യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിൻ്റെ അർത്ഥം, യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോഴോടെ പറയുന്ന ഒറ്റ കാര്യം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനെ രക്ഷിക്കാനത്രേ. തൻ്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ഇന്ന് പല വിശ്വാസങ്ങളും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? ലോകം പല ആളുകളെ വിശ്വസിക്കുന്നു, പല ദൈവങ്ങളെ വിശ്വസിക്കുന്നു, പല രീതികളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങൾ, മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിപ്രായങ്ങൾ, അങ്ങനെ പല മതങ്ങളുമായി അഭിപ്രായങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിഷയം, ഇവിടെ സർവശക്തനാകുന്ന ദൈവമാകുന്ന കർത്താവ് തൻ്റെ ശിഷ്യനായിരിക്കുന്ന അമ്മേൻ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തിയൊരു കാര്യം ഇങ്ങനെയാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചിരിക്കുക. കാരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, പാപത്തിൻ്റെ പടുകുഴിപ്പെട്ട് കിടക്കുന്ന അതേ ഈ ലോകത്തെയാണ് ദൈവം സ്നേഹിക്കുക. എന്താണ് ഈ ലോകത്തെ സ്നേഹിക്കാൻ കാരണം ഈ ലോകത്ത് അതേ ആദാമിൻ്റെ കാലം മുതൽ ഇന്നുവരെയും ആമേൻ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന സർവ്വലോകത്തിലും പാപികളായ എല്ലാ രാജ്യങ്ങളിലും പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുകയാണ്. പാപത്തിന് വിടുവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. പാപത്തിന് വിടുവിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. പക്ഷേ ആമേൻ, ഇവിടെ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് പാപത്തിന് പരിഹാരമുണ്ടാക്കിയെന്ന് പ്രവാചകന്മാർ വന്നു. ആമേൻ. സംസാരിച്ചു, പിതാക്കന്മാരോട് സംസാരിച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുകയല്ലാതെ പാപത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു. എന്തിനാ വന്ന് അവൻ ജനിക്കുമ്പോൾ തന്നെ പറയുന്നു, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുകൊണ്ട് യേശു എന്ന് പേരിടണം. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ഒരു കടങ്കഥയല്ല, യേശു ക്രിസ്തു ഒരു കഥാപുസ്തകത്തിലുള്ളതല്ല, യേശു ക്രിസ്തു ആരോ അത് എഴുതി വെച്ച ഒരു രേഖയല്ല. ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുവെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. അതിനെ തിരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ കർത്താവായ യേശു ക്രിസ്തു 33 വർഷം ഈ ഭൂമി ജീവിച്ച ശേഷം പാപികളുടെ സകല പാപഭാരങ്ങളും താൻ ശിക്ഷകൾ ഏറ്റുവാങ്ങി. ചിലർ പറഞ്ഞു, യേശു തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല, പിന്നെ അങ്ങനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി എന്ന് പറയില്ലേ? നല്ല കാര്യമാണ്. ഇപ്പോൾ അവരൊക്കെ അവരെ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, യേശു ക്രിസ്തു ആരാണെന്ന് തൻ്റെ ശിഷ്യന്മാർക്കറിയാം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്നും തൻ്റെ ഏകജാതനായ പുത്രനെന്നും ശിഷ്യന്മാർക്ക് വ്യക്തമായി അറിയാം. അതിലുപരിയായി ഞാൻ പറഞ്ഞു വന്ന വിഷയം, യേശു ക്രിസ്തു മാനവജാതിയുടെ ശിക്ഷകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതനുഭവിക്കണം. അതനുഭവിച്ച ശിക്ഷ എന്ന് പറയുന്നത് നീതിയുടെ കോടതി വിധിക്കുന്ന ശിക്ഷയാണ്. ആ ശിക്ഷ ഇവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആരുടെ? സകല മനുഷ്യവർഗത്തിൻ്റെ ശിക്ഷകൾ ഏറ്റെടുത്തിരിക്കുക. ഏറ്റെടുത്ത ശേഷം യേശു ക്രിസ്തു മരിച്ചുല്ലേ, ഒരു ക്രൂശി മരണം നടക്കുക എന്നാണ് അതിന് ശിക്ഷ. അപ്പോൾ മരണത്തോടു കൂടി എന്ത് ചെയ്തു? മരണത്തിൻ്റെ പിശാച് പാപത്തിൽ അടിമപ്പെടുന്ന എന്തിനാണ്?
അവൻ മരണത്തിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? ആമേൻ, നീക്കം ചെയ്തു. കാരണം ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് ആണ് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകടി ഭൂലോകടി അധമലോകടി മുഴങ്ങളൊക്കെ മടങ്ങുന്നു. ഇല്ല, ഏതെങ്കിലും ഒരുത്തൻ ക്രൂശിക്കപ്പെട്ട ഭൂമി പിളർന്നിട്ടുണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ പാറകൾ പിളർന്നു. ആമേൻ, ഭൂമി കുലുങ്ങി. മനസ്സിലാവുണ്ടോ? ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. അന്ന് നിന്ന ശതാധിപൻ പറഞ്ഞു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വേഗം കടന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, എന്നിട്ടോ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ട് അത് പീലാത്തോസും ഇന്നും ചരിത്രത്തിലുണ്ടല്ലോ, പീലാത്തോസും ഗവർണറെല്ലാം കൂടി ചേർന്നിട്ട് കല്ലറ ഉറപ്പിക്കാൻ വേണ്ടി കല്ലറയിൽ കാവൽ നിർത്തിയല്ലോ, കുറേ പട്ടാളക്കാരെ നിർത്തിയല്ലോ റോമ ഗവൺമെൻറ്റിൻ്റെ. ആ പട്ടാളക്കാർ മൂന്നാമത്തെ ദിവസം അത് ഈ കർത്താവിൻ്റെ ദൂതനെ കണ്ടിട്ട് പേടിച്ച് ഓടി മരിച്ചവരെ പോലെയായി. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അത് റോമ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാരെ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കല്ലറ അതേ ഉറപ്പിച്ച് കാക്കാൻ നിർത്തിയപ്പോൾ എന്തുകൊണ്ട് നിന്നില്ല? അത് പേടിച്ച് മരിച്ചവനെ പോലെ. കാരണം ഈ ലോകത്തിലെ ശക്തിയല്ല, സ്വർഗത്തിലെ ശക്തിയാണ്. യേശു പറഞ്ഞ് ഈ മന്ദിരം പൊളിപ്പി 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം തന്നെ പണിതിട്ടുണ്ട് ദൈവം. 3-ാമത്തെ ദിവസം കൊണ്ട് പണിത് 40 ദിവസം ഈ ഭൂമിയിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു. എൻ്റെ യേശു മരിച്ചോ? യേശു ഭൂമി തന്നെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഭൂമി ജീവിച്ചിട്ടാണ് എല്ലാവരും കാണച്ചല്ലേ അവൻ സ്വർഗാരോഹണം ചെയ്ത് നരകത്തിൽ പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോയി. പോകുന്ന വഴി ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 ദൂതന്മാർ ആകാശമതിൽ നിന്ന് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശു പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും വരുമെന്ന് പറഞ്ഞ് എവിടേക്കാണ് വരുന്നത്? ഈ ഭൂമിയിലേക്ക്. ഈ ഭൂമിയെ മാറ്റിക്കൊണ്ടൊരു പുതിയ ഭൂമിയും പുതിയ ആകാശവും യേശുക്രിസ്തു ആക്കി ഇതിനെ മാറ്റി. ആമേൻ. ഞാൻ പറയട്ടെ, ശാപമുള്ള ഈ ഭൂമിയെ മാറ്റിക്കൊണ്ട് ശാപമില്ലാത്തൊരു ഭൂമിയെ ദൈവം സ്ഥാപിക്കും. ശാപമുള്ള ആകാശത്തെ മാറ്റിക്കൊണ്ട് ശാപമില്ലാത്ത ആകാശത്തെ സ്ഥാപിച്ചുകൊണ്ട് ആമേൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ ആമേൻ 1000 ആണ്ട് വാഴുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. ഈ ലോകത്തെ രക്ഷിപ്പാനും ഒരേ ഒരു രക്ഷനുള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഏകരക്ഷനാകുന്നു. അവനെ വിശ്വസിക്കുന്നെങ്കിൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിനെ സ്വീകരിക്കുക, വിടുതൽ പ്രാപിക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.